എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട സഭാ കോടതിയിലെ കേസിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കും എറണാകുളത്തെ മതവിഭാഗത്തിനും തിരിച്ചടി. സ്പെഷ്യൽ ട്രിബ്യൂണൽ പിരിച്ചുവിടണമെന്ന ആവശ്യം സിറോ മലബാർ സഭ പരമോന്നത കോടതി തള്ളി. സ്പെഷ്യൽ ട്രിബ്യൂണൽ നടപടി തുടർന്നാൽ മാർ പാംപ്ലാനിക്ക് മെത്രോപൊലിത്ത സ്ഥാനം പോലും നഷ്ടപ്പെടും. നടപടി ഒഴിവാക്കാൻ എറണാകുളത്തിന്റെ ചുമതല പാംപ്ലാനി രാജിവച്ചേക്കും. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലിനും സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉത്തരവുകൾ പ്രതിസന്ധി സൃഷ്ടിക്കും. അനിൽ ജോർജിനോട് ചോദിക്കാം, എന്താണ് നിലവിലെ സാഹചര്യമെന്ന്. അനിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണ് സഭ മറികടക്കാൻ ഒരുങ്ങുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? സേതു, ഗുഡ് മോർണിംഗ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിന് താൽക്കാലികമായ ഒരു പരിഹാരം ഒക്കെ ആയി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു കുർബാന വീതം അൽത്താരാഭിമുഖവും മറ്റ് കുർബാനകൾ എല്ലാം തന്നെ ജനാഭിമുഖവുമായി നടക്കുന്ന ഒരു പാക്കേജ് അടക്കം രൂപീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ സ്പെഷ്യൽ ട്രൈബ്യൂണലിൻ്റെ ഒരു കടന്നുവരവുണ്ടായത്. ആ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ചില കേസുകൾ പരിഗണിച്ചു. അത് നടപ്പിൽ വരുത്താൻ അവർക്കെതിരെ, അതായത് ഫാദർ വർഗീസ് മണവാളൻ അടക്കമുള്ളവരെ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കുന്ന ഉത്തരവ് ഈ ട്രൈബ്യൂണൽ ഇടുകയും ഇത് നടപ്പാക്കാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ജോസഫ് പാംപ്ലാനി ഇതിന് വഴങ്ങിയില്ല. ഇതിനെ തുടർന്ന് ജോസഫ് പാംപ്ലാനിക്കെതിരെ നടപടിയെടുക്കും, അതുപോലെ തന്നെ വത്തിക്കാനെ തങ്ങൾ സമീപിക്കും എന്ന ചില നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ പുതിയ ഉത്തരവുകൾ ഈ ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടെ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. സീറോ മലബാർ സഭ സിനഡിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു ഉത്തരവ് വലിയ പ്രതിസന്ധി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് സൃഷ്ടിക്കപ്പെടുമായിരുന്നു. ഇതിനെ മറികടക്കാൻ വേണ്ടി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ കോടതിയെ സമീപിച്ചു. മാർ മാത്യു മൂലക്കാട്ടായിരുന്നു ഈ കോടതിയുടെ തലവൻ. അദ്ദേഹം ഈ സ്പെഷ്യൽ ട്രൈബ്യൂണലിൻ്റെ നടപടികൾ മരവിപ്പിച്ചു. എന്നാൽ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇതിന് മറുപടി നൽകി. ഇല്ലാത്ത അധികാരവുമായി തങ്ങളുടെ നേരെ വരരുതെന്നും തങ്ങളുടെ കോടതി രൂപീകരിച്ചത് വത്തിക്കാൻ നേരിട്ടാണെന്നും അതിനാൽ വത്തിക്കാന് മാത്രമേ തങ്ങളോട് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ കഴിയൂ എന്നും ട്രൈബ്യൂണലിന് മറുപടി നൽകി. എന്നാൽ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് നിർത്തിവെക്കണമെന്നും നിങ്ങളെ കേട്ടതിന് ശേഷം ബാക്കി ഉത്തരവുകൾ നൽകാം എന്ന് പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സിനഡ് നടക്കുകയും സിനഡ് കഴിഞ്ഞു പോവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ ഈ സീറോ മലബാർ സഭയുടെ പരമോന്നത കോടതി വീണ്ടും കേട്ടത്. അതിൽ കൃത്യമായ മറുപടി അവർ നൽകുകയും ചെയ്തു. ഇതോടെ സീറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രൈബ്യൂണലിന് വീണ്ടും പ്രവർത്തനം ആരംഭിക്കാം എന്ന ഉത്തരവ് നൽകുകയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇതോടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ വിമത വിഭാഗത്തിനും ഈ തിരിച്ചടി തുടരുകയും ചെയ്യുന്നു. അതോടെ ഈ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയാൽ ഫാദർ വർഗീസ് മണവാളിനെ പുറത്താക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ കാനൂനിക നടപടിയിലേക്ക് പോകേണ്ടി വരും. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല ഒഴിഞ്ഞേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, വ്യക്തമാണ്. അപ്പോൾ അനിൽ ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.